Hello, children, welcome to teachenglish.com. 10ാം ക്ലാസ്സിലെ ആദ്യ യൂണിറ്റിൽ നിന്നുള്ള ഓർമ്മക്കുറിപ്പ് ഇൻ ദി ആറ്റക് എന്ന പാഠഭാഗത്തുനിന്നുള്ള സോൾവ്ഡ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ നൽകുന്നത്. ഈ വീഡിയോയിൽ AI വോയിസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. അതോടൊപ്പം നിങ്ങളുടെ ജില്ലയേതെന്ന് കമന്റ് ചെയ്യാനും ശ്രമിക്കുക. ഇംഗ്ലീഷ് നോട്ട്സ് വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലില് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും വാട്സാപ്പ് ചാനൽ വഴി ഷെയർ ചെയ്യുന്നുണ്ട്. അതില് ജോയിന് ചെയ്യാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. Let's recall and recreate. 1. We have seen how Spillman gains the strength to carry on, in spite of the horrors of the Second World War. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരതകൾക്കിടയിലും സ്പിൽമാൻ എങ്ങനെ ശക്തനായി നിലകൊണ്ടുവെന്ന് നാം കണ്ടു. Millions of people all over the world suffer the terrors of war and other conflicts even today. ഇന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിനാളുകൾ യുദ്ധത്തിന്റെയും മറ്റു സംഘർഷങ്ങളുടെയും ഭീകരത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. Let's create a wall of hope display, featuring pictures, quotes and suggestions to help the world end war for all time. ലോകത്ത് എന്നേക്കുമായി യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുന്നതിന് ചിത്രങ്ങളും ഉദ്ധരണികളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വാൾ ഓഫ് ഹോപ്പ് നമുക്ക് സൃഷ്ടിക്കാം. 4 പോസ്റ്ററുകൾ ഇവിടെ നൽകുന്നു. നിങ്ങൾ തയ്യാറാക്കുന്ന വാളിലേക്ക് ഇതിൽ നിന്നും ആശയങ്ങൾ സ്വീകരിക്കാം. Two. Read the excerpt from the memoir on page 26. ഓർമ്മക്കുറിപ്പിലെ ഒരു ചെറിയ ഭാഗം 26ാം പേജിൽ വായിക്കുക. After surviving the war, Spillman is back at Polish radio again. യുദ്ധത്തെ അതിജീവിച്ചതിനു ശേഷം സ്പിൽമാൻ വീണ്ടും പോളിഷ് റേഡിയോയിൽ തിരിച്ചെത്തുന്നു. Imagine you are a podcaster and Spillman agrees to do a podcast episode with you. നിങ്ങൾ ഒരു പോഡ്കാസ്റ്റർ ആണെന്ന് സങ്കൽപ്പിക്കുക. സ്പിൽമാൻ നിങ്ങളോടൊപ്പം ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡിന് തയ്യാറാവുന്നു. Taking cues from the excerpt, prepare the script of a radio podcast. തന്നിരിക്കുന്ന ഭാഗത്തുനിന്ന് സൂചനകൾ കണ്ടെത്തി ഒരു റേഡിയോ പോഡ്കാസ്റ്റിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. Podcast title: Voices of Survival. Episode: A Promise in the Dark. Spillman's story. Podcast music intro: soft piano. Host: Hello and welcome to Voices of Survival. വോയിസസ് ഓഫ് സർവൈവലിലേക്ക് സ്വാഗതം. I am your host. ഇവിടെ നിങ്ങളുടെ പേര് നൽകാം. And today we have a very special guest, Mr. Vladislav Spillman, the famous pianist and Holocaust survivor. ഇന്ന് നമുക്ക് വളരെ വിശിഷ്ടനായ ഒരതിഥിയുണ്ട്. പ്രശസ്ത പിയാനിസ്റ്റും ഹോളോകോസ്റ്റ് അതിജീവിച്ചവനുമായ മിസ്റ്റർ വ്ലാഡിസ്ലാവ് സ്പിൽമാൻ. Mr. Spillman, thank you for joining us. മിസ്റ്റർ സ്പിൽമാൻ, ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. Spillman, thank you. I am happy to be here. നന്ദി. ഇവിടെ വരാന് കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. Host, your story has touched hearts all over the world. നിങ്ങളുടെ കഥ ലോകമെമ്പാടുമുള്ള ഹൃദയങ്ങളെ സ്പർശിച്ചു. Today, we want to talk about a moment near the end of the war, the day a German officer who helped you said goodbye to you. ഇന്ന് യുദ്ധം അവസാന ഘട്ടത്തിലെത്തിയ നിമിഷത്തിലെ താങ്കൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളെ സഹായിച്ച ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥൻ വിട പറഞ്ഞ ആ ദിവസം. Can you tell us about that? അതിനെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കാമോ? Spillman: Yes, it was the 12th of December. അതെ, ഡിസംബർ 12 ആയിരുന്നു അത്. The German officer came for the last time. ജർമ്മൻ ഓഫീസർ അവസാനമായി വന്നു. He brought me extra bread and a warm blanket. അദ്ദേഹം എനിക്ക് കുറച്ചധികം ബ്രെഡും ഒരു ചൂട് നൽകുന്ന പുതപ്പും കൊണ്ടുവന്നു. He told me his group was leaving Warsaw. തന്റെ സംഘം വാർസോ വിടുകയാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. I was worried about the street fighting. തെരുവില് നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ച് ഞാൻ ആശങ്കാകുലനായിരുന്നു. But he told me not to lose hope. പക്ഷേ പ്രതീക്ഷ കൈവിടരുതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. Host, he said something compelling to you, right? അദ്ദേഹം നിങ്ങളെ വല്ലാതെ ആകർഷിക്കുന്ന എന്തോ പറഞ്ഞു, അല്ലേ? Spillman:
Yes, he said, if you and I have survived this inferno for over 5 years, it's obviously God's will for us to live. അദ്ദേഹം പറഞ്ഞു, നിങ്ങളും ഞാനും 5 വർഷത്തിലേറെയായി ഈ യുദ്ധത്തെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കണമെന്നത് ദൈവഹിതമാണെന്നത് വ്യക്തമാണ്. Host, that's such a strong message of faith and survival. വിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും ശക്തമായ ഒരു സന്ദേശമാണത്. What happened after that? അതിനുശേഷം എന്താണ് സംഭവിച്ചത്? Spillman, as he was about to leave, I suddenly thought he doesn't even know my name. അദ്ദേഹം പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, അദ്ദേഹത്തിന് എന്റെ പേര് പോലും അറിയില്ല. So I quickly told him, അതിനാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, remember my name Spillman, Polish Radio. എന്റെ പേര് ഓർക്കുക, സ്പിൽമാൻ, പോളിഷ് റേഡിയോ. If I can help you in any way someday, I will. എനിക്ക് നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യും. Host, such a kind and hopeful gesture, even after all the pain and loss. എല്ലാ വേദനയ്ക്കും നഷ്ടത്തിനും ശേഷവും ഇത്രയും ദയയും പ്രതീക്ഷയുമുള്ള ഒരു ആംഗ്യം. Did you ever see him again? നിങ്ങളെപ്പോഴെങ്കിലും അദ്ദേഹത്തെ വീണ്ടും കണ്ടിട്ടുണ്ടോ? Spillman, no, I didn't. ഇല്ല, അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. But I often think about him. പക്ഷേ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. He saved my life. അദ്ദേഹം എന്റെ ജീവൻ രക്ഷിച്ചു. Host, and today, here you are back at Polish Radio. ഇന്ന് വീണ്ടും ഇതാ നിങ്ങൾ പോളിഷ് റേഡിയോയിൽ തിരിച്ചെത്തി. Your music and your story continue to give people hope. നിങ്ങളുടെ സംഗീതവും നിങ്ങളുടെ കഥയും ആളുകൾക്കിനിയും പ്രതീക്ഷ നൽകും. Thank you for sharing this moment with us, Mr. Spillman. ഈ നിമിഷം ഞങ്ങളുമായി പങ്കിട്ടതിന് നന്ദി, മിസ്റ്റർ സ്പിൽമാൻ. Spillman, thank you. Host, to our listeners remember, ഞങ്ങളുടെ ശ്രോതാക്കളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്, even in the darkest times, one act of kindness can change a life. ഓർക്കുക, ഏതു പ്രതീക്ഷയറ്റ നിമിഷത്തില് പോലും ദയാപൂർവമായ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് ഒരു ജീവിതം മാറ്റാൻ കഴിയും. This was Voices of Survival. Stay strong. Stay hopeful. ശക്തരായി തുടരുക, പ്രതീക്ഷയോടെ ജീവിക്കുക. Outro music soft piano fades. 3. In the Attic highlights the human experience of displacement and survival in times of war and persecution. യുദ്ധത്തിന്റെയും പീഡനത്തിന്റെയും കാലഘട്ടങ്ങളിലെ മനുഷ്യരുടെ പലായനത്തിന്റെയും അതിജീവനത്തിന്റെയും അനുഭവമാണ് ഇൻ ദി ആറ്റിക് എന്ന പാഠഭാഗം എടുത്തുകാണിക്കുന്നത്. Read this post, which appeared on social media on the occasion of World Refugee Day. ലോക അഭയാർത്ഥി ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഈ പോസ്റ്റ് വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ അതിനു താഴെ കാണുന്ന നിർദ്ദേശമിങ്ങനെയാണ്. Let's now prepare a write-up on the problems faced by refugees of war in the present time. യുദ്ധം മൂലം അഭയാർത്ഥികളായവരെ ഇക്കാലത്ത് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക. The problems faced by refugees of war. യുദ്ധാഭയാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ. Millions of people around the world become refugees because of war, violence, or persecution. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിനാളുകൾ യുദ്ധം, അക്രമം മറ്റു പീഡനങ്ങളും കാരണം അഭയാർത്ഥികളാകുന്നു. They are forced to leave their homes, families, jobs, and everything they love to stay alive. അവർ തങ്ങളുടെ വീടുകൾ, കുടുംബങ്ങൾ, ജോലികൾ, ജീവൻ നിലനിർത്താൻ വേണ്ടുന്നതെല്ലാം ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു. Life as a refugee is very hard. ഒരു അഭയാർത്ഥി എന്ന നിലയിൽ ഒരാളുടെ ജീവിതം വളരെ ദുഷ്കരമാണ്. Many have to walk long distances with little food or water. ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ പലർക്കും ദീർഘദൂരം നടക്കേണ്ടിവരുന്നു. They often live in camps that are overcrowded and not very safe. പലപ്പോഴും തിരക്കേറിയതും സുരക്ഷിതമല്ലാത്തതുമായ ക്യാമ്പുകളിലാണ് അവർ താമസിക്കുന്നത്. They do not have enough clean water, medicine, or proper shelter. അവർക്ക് ആവശ്യത്തിന് ശുദ്ധജലമോ മരുന്നോ ശരിയായ പാർപ്പിടമോ ഇല്ല. Children cannot go to school, and many people get sick due to poor living conditions. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. മോശം ജീവിത സാഹചര്യങ്ങൾ കാരണം പലരും രോഗികളാകുന്നു. Refugees also feel sad, scared, and worried about the future. അഭയാർത്ഥികൾക്ക് ദുഃഖവും ഭയവും ഭാവിയെക്കുറിച്ച് ആശങ്കയും തോന്നുന്നു. They may not know what happened to their families, or if they will ever return home. അവരുടെ കുടുംബങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ അവർ എപ്പോഴെങ്കിലും വീട്ടിലേക്ക് മടങ്ങുമോ എന്നോ അവർക്കറിയില്ലായിരിക്കാം. In some countries,
They are not welcomed and face discrimination. ചില രാജ്യങ്ങള് അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നില്ല, അവിടെയവര് വിവേചനം നേരിടുന്നു. They may not get work or legal papers, which makes life more difficult. അവർക്ക് ജോലിയോ നിയമപരമായ രേഖകളോ ലഭിക്കില്ല. ഇതെല്ലാം അവരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കുന്നു. Refugees need kindness, safety, and a chance to rebuild their lives. അഭയാർത്ഥികൾക്ക് ദയ, സുരക്ഷ, ജീവിതം പുനർനിർമ്മിക്കാനുള്ള അവസരം എന്നിവ ആവശ്യമാണ്. People and governments should help refugees and work together to make the world peaceful. ജനങ്ങളും സർക്കാരുകളും അഭയാർത്ഥികളെ സഹായിക്കുകയും സമാധാനപരമായ ലോകത്തിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും വേണം. 4. Pick out words, phrases from the extract that reveal the character of the pianist and the German officer. പിയാനിസ്റ്റിന്റെയും ജർമ്മൻ ഓഫീസറുടെയും ക്യാരക്ടറെ വെളിപ്പെടുത്തുന്ന അവരുടേതായ വാക്കുകളും കഥയിലെ മറ്റു വാക്യങ്ങളും കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. Study the table and understand the character traits of Spillman and the German officer. ഈ ടേബിളില് നൽകിയ സ്പിൽമാന്റെയും ജർമ്മൻ ഓഫീസറുടെയും സ്വഭാവ സവിശേഷതകൾ നോക്കി മനസ്സിലാക്കുക. Now let's prepare character sketches of Spillman and the German officer, highlighting their bond of trust and loyalty. ഇനി നമുക്ക് സ്പിൽമാന്റെയും ജർമ്മൻ ഓഫീസറുടെയും പരസ്പര വിശ്വാസവും കൂറും കലർന്ന ബന്ധം എടുത്തുകാണിക്കുന്ന ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. Vladislav Spillman, the pianist. Vladislav Spillman was a talented pianist. വ്ലാഡിസ്ലാവ് സ്പിൽമാൻ ഒരു കഴിവുള്ള പിയാനിസ്റ്റായിരുന്നു. He lived in Poland during World War II. രണ്ടാം ലോകമഹായുദ്ധസമയത്ത് അദ്ദേഹം പോളണ്ടിൽ താമസിച്ചു. He lost his family in the war. യുദ്ധത്തിൽ അദ്ദേഹത്തിന് തന്റെ കുടുംബത്തെ നഷ്ടമായി. He was left alone in Warsaw. വാർസോയിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു. He was hungry, weak, and scared. അദ്ദേഹം ഭയവും വിശപ്പും കാരണം അവശനായിരുന്നു. But he never gave up. പക്ഷേ അദ്ദേഹം ഒരിക്കലും തളർന്നിരുന്നില്ല. He kept fighting to survive. അതിജീവിക്കാൻ അദ്ദേഹം പോരാടിക്കൊണ്ടിരുന്നു. Even in danger, he stayed calm and strong. അപകടത്തിൽ പോലും അദ്ദേഹം ശാന്തനും ശക്തനുമായി തുടർന്നു. He trusted a German officer who helped him. തന്നെ സഹായിച്ച ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥനെ അദ്ദേഹം വിശ്വസിച്ചു. He gave the officer his name and offered help in the future. അദ്ദേഹം ഉദ്യോഗസ്ഥന് പേര് നൽകുകയും ഭാവിയിൽ തനിക്കു കഴിയുമെങ്കിൽ തിരികെ സഹായിക്കുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. This showed he was grateful and kind. അദ്ദേഹം നന്ദിയുള്ളവനും ദയയുള്ളവനുമാണെന്ന് ഇത് കാണിക്കുന്നു. He still had hope, even in hard times. പ്രയാസകരമായ സമയങ്ങളിൽ പോലും അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. His music gave him strength. അദ്ദേഹത്തിന്റെ സംഗീതം അദ്ദേഹത്തിന് ശക്തി നൽകി. It helped him stay alive. അത് അദ്ദേഹത്തെ ജീവനോടെ നിലനിർത്താൻ സഹായിച്ചു. He showed courage and patience. അദ്ദേഹം ധൈര്യവും ക്ഷമയും കാണിച്ചു. Spillman was not just a survivor. സ്പിൽമാൻ വെറുമൊരു അതിജീവകൻ മാത്രമായിരുന്നില്ല. He was a symbol of human spirit. അദ്ദേഹം മനുഷ്യാത്മാവിന്റെ പ്രതീകമായിരുന്നു. His story teaches us that even in war, people can be brave, hopeful, and kind. യുദ്ധത്തിൽ പോലും ആളുകൾക്ക് ധീരരും പ്രത്യാശയുള്ളവരും ദയയുള്ളവരുമായിരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. He believed in life and peace. ജീവിതത്തിലും സമാധാനത്തിലും അദ്ദേഹം വിശ്വസിച്ചു. That is why his story touches our hearts even today. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കഥ ഇന്നും നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നത്. The German officer was a soldier. ജർമ്മൻ ഓഫീസർ ഒരു പട്ടാളക്കാരനായിരുന്നു. But he was also a kind man. പക്ഷേ അദ്ദേഹം ഒരു ദയയുള്ള മനുഷ്യനുമായിരുന്നു. He found Spillman hiding. ഒളിച്ചിരിക്കുന്ന സ്പിൽമാനെ അദ്ദേഹം കണ്ടെത്തി. He did not hurt him. പക്ഷേ അദ്ദേഹത്തെ ഉപദ്രവിച്ചില്ല. He gave him bread and jam. അദ്ദേഹം സ്പിൽമാന് റൊട്ടിയും ജാമും നൽകി. He gave him a warm blanket. കൂടാതെ അദ്ദേഹത്തിന് ഒരു ചൂടുള്ള പുതപ്പും നൽകി. He told him to stay strong. ധീരനായി തുടരാൻ അദ്ദേഹം സ്പിൽമാനോട് പറഞ്ഞു. He showed care and respect. അദ്ദേഹം കരുതലും ബഹുമാനവും കാണിച്ചു. He never asked for anything in return. അദ്ദേഹം ഒരിക്കലും തിരിച്ചൊന്നും ആവശ്യപ്പെട്ടില്ല. He helped quietly and left. നിശബ്ദമായി സഹായിച്ച് അദ്ദേഹം പോയി. He could have ignored Spillman. അദ്ദേഹത്തിന് സ്പിൽമാനെ അവഗണിക്കാമായിരുന്നു. But he chose to save him. This showed he had a good heart. ഇത് അദ്ദേഹത്തിന് ഒരു നല്ല ഹൃദയമുണ്ടെന്ന് കാണിക്കുന്നു. He saw Spillman as a human, not an enemy. സ്പിൽമാനെ ശത്രുവായിട്ടല്ല,
ഒരു മനുഷ്യനായി അദ്ദേഹം കണ്ടു. His actions were brave and kind. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ധീരവും ദയയുള്ളതുമായിരുന്നു. Even in war, he showed humanity. യുദ്ധത്തിൽ പോലും അദ്ദേഹം മനുഷ്യത്വം കാണിച്ചു. He risked his life to help someone. ഒരാളെ സഹായിക്കാൻ അദ്ദേഹം തന്റെ ജീവൻ പണയപ്പെടുത്തി. He gave hope to a man who had nothing. ഒന്നുമില്ലാത്ത ഒരു മനുഷ്യന് അദ്ദേഹം പ്രതീക്ഷ നൽകി. He didn't speak much, but his actions spoke for him. അദ്ദേഹം അധികം സംസാരിച്ചില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അദ്ദേഹത്തിനു വേണ്ടി സംസാരിക്കുന്നു. His kindness was real and rare. അദ്ദേഹത്തിന്റെ ദയ യഥാർത്ഥവും അപൂർവവുമായിരുന്നു. He showed us that even in dark times, there is light. പ്രതീക്ഷയറ്റ ഇരുണ്ട സമയങ്ങളിൽ പോലും വെളിച്ചമുണ്ടാക്കാമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചുതന്നു. He is remembered for his silent, brave help. തന്റെ നിശബ്ദവും ധീരവുമായ സഹായത്തിന് ജർമ്മൻ ഓഫീസറെ ഓർമ്മിക്കപ്പെടുന്നു. 5. Read this excerpt from a letter by E. Moshe, who died in the Warsaw Ghetto, to his daughter Ola. വാർസോ ഗെറ്റോയിൽ വെച്ച് മരിച്ച മോശെ തന്റെ മകൾ ഓലയ്ക്ക് എഴുതിയ കത്തിൽ നിന്നുള്ള ഈ ഭാഗം വായിക്കുക. പ്രസ്തുത കത്ത് പേജ് 28 നൽകിയിരിക്കുന്നു. നിങ്ങൾക്കത് വായിക്കാം. Shall we conduct a poster exhibition as part of an anti-war campaign, to raise awareness about the devastating effects of war and the importance of promoting peace? യുദ്ധത്തിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി യുദ്ധവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി നമുക്ക് ഒരു പോസ്റ്റർ പ്രദർശനം നടത്താം. ഇവിടെ 3 പോസ്റ്ററുകൾ നൽകിയിട്ടുണ്ട്. പോസ്റ്റർ തയ്യാറാക്കാനുള്ള ആശയങ്ങൾ ഇവയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.